വെൽക്കം ബാക്ക് ടു ഐഷൂസ് ഡയറി. അപ്പോൾ ഇപ്പോൾ ഈ സമയം 4 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ച് ഈ പുറത്തോട്ടേക്ക് ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചിക്കോയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പൂവമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിലൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊച്ചിക്കോയ ഉണ്ടാക്കുന്ന വിശേഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കാണാം. അതിന് മുന്നേ ഞാൻ കാണുന്ന കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണാം. പൂവ് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഇതിനിവിടെ പൂച്ചവാല എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എവിടെയെങ്കിലും ഇങ്ങനത്തെ പൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. ഉണ്ണിക്ക് കൊച്ചിക്കോയ വേണോ? ഇതിന്നോ? ഇതിന്നോ? കൊച്ചിക്കോയ അടിച്ചാ കഴിക്കോ? ഈവനിങ് ആയപ്പോ തന്നെ ഇതാ ഇന്ന് ചങ്ക് ബ്രോ എത്തിയിട്ടുണ്ടല്ലോ. നേരത്തെയാന്ന് തോന്നുന്നു. പൂച്ചമാലയുടെ കാണട്ടെ. ആഹാ, ഇതാണ് ഞാൻ പറഞ്ഞ പൂച്ചവാലിന്റെ ഉപയോഗം കേട്ടോ ഗൈസ്. തലയിലല്ല ബാക്കിൽ കാണിക്ക്, വാല് കാണിക്ക്. തലയിലാണോ പൂച്ചവാലൊക്കെ? അച്ഛൻ ഒരു ലോഡ് അവിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ എല്ലാം ഇട്ടിട്ട് വറക്കാം. ഫസ്റ്റായിട്ട് അവിൽ വറക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം അമ്മ കൊച്ചുള്ളി നന്നാക്കാൻ തുടങ്ങി കേട്ടോ. ഇതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി, പിന്നെ ചെറുനാരങ്ങ നീര്, ഇതിൻ്റെ 3 നീരാണ് കേട്ടോ നമ്മൾ ഈ കൊച്ചിക്കോയയിൽ ഉപയോഗിക്കുന്നത്. അവിൽ നന്നായി വറന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് നന്നായി ഞെരിഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് കിരിക്കിരാന്നുള്ള സൗണ്ടോടുകൂടി പൊടിയാണെങ്കിൽ അത് പാകമായി എന്നാണ് അർത്ഥം. പ്രധാന പണി കഴിഞ്ഞു കേട്ടോ. അവിൽ വറുക്കലാണ് പ്രധാന പരിപാടി. അതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു പ്ലേറ്റിലാക്കി ഞാനിവിടെ മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കും. അതിന് വേണ്ടിയിട്ട് കുറേ കുഞ്ഞുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ എടുത്തു. ചിലപ്പോൾ ഞാൻ ഒന്നേ ചേർക്കുള്ളൂ, പുളിക്കനുസരിച്ച് നോക്കിയിട്ട് ചേർക്കും കേട്ടോ. പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഗൈസ്. ഇത് ഞങ്ങൾ പാലും പഞ്ചസാരയോടെയും നന്നായിട്ട് കുത്തി ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊച്ചുള്ളീൻ്റെ നീര്, ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, ഇത് 3 കൂടി ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ എല്ലാവർക്കും കൊച്ചിക്കോയ വിളമ്പാൻ തുടങ്ങി. അപ്പം തന്നെ ഉണ്ണി എല്ലാവർക്കും അവിൽ വാരിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിക്കോയ പരിപാടിയാണ്. സാൾട്ട് പേ ഇടുന്നവര് അവിലിടാം. സാൾട്ട് പേ ഇടുന്നവര് അവില്. അച്ഛൻ സ്പൂൺ കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. സാധനം ഉണ്ട് പൊളി സാധനം വിട്ടോളി, ഞാൻ തിന്നിട്ട്.
സൂപ്പർ സൂപ്പർ. ഉണ്ണിയ സൂപ്പർ ആണോ? സൂപ്പർ. ആൻറ്റി ഇതുവരെ ഈ സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആൻറ്റി കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടേ മുപ്പത്തി കഴിക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു തുള്ളിയാണ് ആകെ എടുത്തിട്ടുള്ളത് കേട്ടോ. ആൻറ്റീൻ്റെ അടയൊക്കെ ഉണ്ടാക്കലുണ്ട്. അവരൊക്കെ ഫേമസ് ആണ്. ഇത് കൊടുവള്ളി താമരശ്ശേരി ഭാഗത്തുള്ള ഫേമസ് ആണ് അല്ലേ? നമ്മൾ ടേസ്റ്റ് ചെയ്യണം ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. ബൈ ബൈ.